അങ്ങനെ നവ്യ എയിൻ ജ്വല്ലറിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം മോശമായ രീതിയിൽ പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ എയിൻ ജ്വല്ലറി ആ പരസ്യം പുറത്തു വിടുകയാണ്. പരസ്യം അനന്തപുരിയിലെ ആദ്യം തന്നെ കാണുന്നത് ആദർശാണ് കേട്ടോ. അത് കണ്ട് ഞെട്ടിത്തരിച്ച് എഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശിന് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടോണ്ട് പോലും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും എയിൻ ജ്വല്ലറിയുടെ പരസ്യമല്ലേ, അത് മൊത്തത്തിൽ വൈറൽ ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനന്തപുരിക്കാർക്ക് തല താഴ്ത്തി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, നവ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇത് കാണുന്നുണ്ട്. നന്ദുവിന്റെ ഫോണിലേക്ക് ഈ ഒരു വീഡിയോ വന്നപ്പോ തന്നെ നന്ദു അച്ഛനെ അമ്മയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ചങ്ക് തകർന്ന വേദനയോടെ നിൽക്കാണ് ഗോവിന്ദൻ. കനകയാണെങ്കിലോ ഒരു ഭാഗത്ത് ഇവളെ ഞാനാ വളർത്തി വഷളാക്കിയത്, ഇവളെ ഒന്ന് ഞാൻ നേരാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഗോവിന്ദേട്ടനും കൂടി വാ, നമുക്ക് എത്രയും പെട്ടെന്ന് അനന്തപുരിയിൽ എത്തണം. ഇതും പറഞ്ഞുകൊണ്ട് കനക ഗോവിന്ദേട്ടനെയും കൂട്ടിയിട്ട് നേരെ അനന്തപുരിയിലോട്ട് പോവാണ്. ചെന്ന പാടെ തന്നെ നവ്യയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എതിർത്ത് വളരെ മോശമായി ആദർശിനെയും കൂടി കൂട്ടിച്ചേർത്ത് മോശമായി സംസാരിക്കുന്ന കണ്ടിട്ട് കനകി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കനക നവ്യയുടെ കാരണം നോക്കി വരണം പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയും ഇവളോട് സത്യം പറയാതിരുന്ന് കഴിഞ്ഞാൽ ഇവള് പലതും ഇങ്ങനെ ചെയ്തു കൂട്ടും. അത് ചിലപ്പോൾ ഞങ്ങൾക്കോ നിങ്ങൾക്കോ ആർക്കും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇവള് പല സത്യങ്ങളും അറിയണം എന്നും പറഞ്ഞുകൊണ്ട് കനക സത്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, എന്തായിരിക്കും കനക പറഞ്ഞിട്ടുണ്ടാവുക? കനക എല്ലാ സത്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞോ എന്നത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. പിന്നെ ഈ ഒരു എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നവ്യക്ക് കരുതി വെച്ച ട്വിസ്റ്റ്, നവ്യ സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു ട്വിസ്റ്റ്. അതിനുവേണ്ടി നിങ്ങൾ ഈ എപ്പിസോഡ് മിസ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നവ്യ എയിൻ ജ്വല്ലറിയുടെ ഓഫീസിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ്. നവ്യയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ നവ്യയോട് പറയുന്നുണ്ട്, ഗുഡ് നവ്യ, നീ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. സത്യം പറയാലോ, ഇങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിനെയാ എയിൻ ജ്വല്ലറി ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ടപ്പോൾ നവ്യക്ക് ഒരുപാട് അങ്ങ് സന്തോഷമാവാൻ കേട്ടോ. നവ്യ പറയുന്നുണ്ട്, താങ്ക്സ് സർ. നവ്യ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങാൻ അല്പം ലേറ്റ് ആയി പോയില്ലേ, അതുകൊണ്ടായിരിക്കാം എയിൻ ജ്വല്ലറിക്ക് ഇത്രയും നല്ലൊരു സുന്ദരിയായ മോഡലിനെ കിട്ടാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ പറയുന്നുണ്ട്, അതിനെന്താ സാറേ, അല്പം വൈകിയാലും നമുക്ക് ഇതുപോലത്തെ സുന്ദരിയായ ഒരു മോഡലിനെ കിട്ടിയില്ലേ. അത് നീ പറഞ്ഞത് ശരിയാ, പ്രത്യേകിച്ച് നമ്മുടെ എതിരാളികളുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട്. അതല്ലേ സാറേ ഞാൻ പറഞ്ഞത്, ഈ മോഡൽ നമുക്ക് സ്പെഷ്യൽ ആണെന്ന്. എന്തായാലും ആ മൂർത്തി വീട്ടിൽ ഇതുപോലെ ഒരു കനകക്കട്ടി ഉണ്ടായിട്ട് പുറത്തെ നാളെ എന്തിനിറക്കുന്നത്? നവ്യ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാലും വീട്ടിലുള്ള മരുമക്കളെ ഒരുപോലെ കാണാത്ത ആളുകൾ ഇന്നത്തെ കാലത്ത് ഉണ്ടോന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സർ, നമ്മുടെ വീട് അങ്ങനെയുള്ളൊരു വീടാണ്. എല്ലാവർക്കും ഒരു പ്രാധാന്യമൊന്നും ഇല്ല അവിടെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അമ്മായിയമ്മയെ അവർ ദത്തെടുത്തതല്ലേ, അതുകൊണ്ട് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. നവ്യ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഞങ്ങളുടെ ഓണറ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വലിയ ഉപകാരമുണ്ട് സർ. ഇന്നോ നാളെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. ഇപ്പോ എനിക്ക് കൂടുതൽ ധൈര്യമായി. അബിക്കൊരു ജോലി കൊടുക്കേണ്ട കാര്യം സർ പറഞ്ഞിരുന്നില്ലേ? യെസ്, അബിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. അങ്ങനെ മോശപ്പെട്ട ജോലി എന്നല്ല, ഇവിടത്തെ ഏറ്റവും നല്ല ജോലി തന്നെയാ അബിക്ക് ഞങ്ങൾ ഏർപ്പാടാക്കുന്നത്. സർ, എന്നാ ഞാനൊന്ന് അബിയെ വിളിച്ചോട്ടെ. അബിയോട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. ഓ, അതിനെന്താ, ശരി സർ. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ഒരു ഭാഗത്തോട്ട് മാറി നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് ഈ എയിൻ ജ്വല്ലറിയുടെ ഓഫീസേഴ്സിനെ കാണിക്കുന്നത്. അതായത് നവ്യയോട് സംസാരിച്ചിരുന്ന ഓഫീസേഴ്സ്. അപ്പൊ ഒരു ഓഫീസർ പറയുന്നുണ്ട്, എടാ ഒന്നവളെ നോക്കിയേ, ഇന്നൊരു പ്രത്യേക ഭംഗിയില്ലേ നവ്യയെ കാണാൻ. അത് പിന്നെ പറയാനുണ്ടോ സാറേ, അവൾ ആദ്യം വന്ന കോലം വെച്ച് നോക്കുമ്പോഴേ അവളിപ്പോ എത്രയോ മാറിയിരിക്കുന്നു. എന്നാ പിന്നൊന്ന് മുട്ടി നോക്കിയാലോടോ. അയ്യോ സാറേ, അബദ്ധമൊന്നും കാണിക്കില്ലേ, കുറച്ചുകൂടി കഴിയട്ടെ. ഇവൾമാർക്കൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പണം കിട്ടി തുടങ്ങണം. അപ്പോഴാണ് ഇവൾമാരൊക്കെ നമ്മൾ പറഞ്ഞ നിലയ്ക്ക് നിൽക്കത്തുള്ളൂ. അധികമൊന്നും കാത്തു നിൽക്കണ്ട സാറേ. ആ പോയവളെ പണത്തോട് ആർത്തിയുള്ളവളാ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴങ്ങും. അത് ശരി, എന്നാ പിന്നെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് കേട്ടോ നവ്യ അങ്ങോട്ട് വരുന്നത്. സർ, ഞാൻ അബിയോട് പറഞ്ഞിട്ടുണ്ട്, അബി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. അബി വന്നോട്ടെ, ഇനിയിപ്പൊ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. നവ്യ എവിടെ ഇരിക്കുന്നേ? അത് പിന്നെ സർ, എനിക്ക് വീട്ടിലോട്ട് പോകണം. അപ്പൊ പിന്നെ അബി വരുന്നുണ്ടെന്ന് പറഞ്ഞതോ? അബി നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്തോളും. ഏയ് അത് വേണ്ട, അബി വരുന്നത് വരെ നവ്യ ഇവിടെ ഇരിക്കേ. രണ്ടുപേരോട് നമുക്ക് സംസാരിക്കാനുണ്ടെന്നേ. അല്ല, അബി വന്നാ പിന്നെ നവ്യക്ക് അബിയുടെ കൂടെ പൊയ്ക്കൂടെ? അത് സാറ് പറഞ്ഞത് ശരിയാ. എന്തായാലും ടാക്സി വിളിച്ചല്ലേ വന്നത്, തിരികെ പോകുമ്പോ ഭർത്താവിന്റെ കൂടെ പൊയ്ക്കൂടെ? ശരി സർ, പിന്നെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഏയ് പുറത്തൊന്നും പോവണ്ട, ഇപ്പൊ ഇവിടെ ക്ലയന്റ് ഒന്നും ഇല്ലല്ലോ. എനിക്കൊരു കമ്പനി തന്ന് നവ്യ ഇവിടെ ഇരുന്നോ. അപ്പോ നവ്യക്ക് അത് അത്രയും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നവ്യയോട് ഇയാൾ വീണ്ടും പറയുന്നുണ്ട്, നവ്യ. എന്ത് സർ? അത് പിന്നെ നവ്യയോട് പറയണമെന്നുണ്ട്. നവ്യയോട് ചോദിച്ചിട്ട് തന്നെ ഞങ്ങൾ ഇതിൽ മാറ്റം വരുത്തുള്ളൂ. എന്ത് സർ, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വേറൊന്നുമല്ല, നവ്യ ഇപ്പൊ അഭിനയിച്ച ആഡില്ലേ,
ആ ആഡില് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. എന്ത് മാറ്റം സർ? അത് വേറൊന്നുമല്ല, ഡ്രസ്സിങ്ങില് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തും. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സെൻസ് ഉണ്ടായിരുന്നില്ല നവ്യക്ക്. സർ പറഞ്ഞ പോലെ ആ മോഡലിലാണല്ലോ ഞാൻ ഡ്രസ്സ് അടുപ്പിച്ചത്. പിന്നെന്താ കുഴപ്പം? അത് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് വേണമെന്ന് തോന്നി. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇന്നത്തെ കാലത്ത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സർ ഞാൻ വേണമെങ്കിൽ അങ്ങനെ അഭിനയിക്കാം. അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. വെറുതെ ഇനി നവ്യ അതിനു വേണ്ടി മെനക്കെടണ്ട. സർ അങ്ങനെ എഡിറ്റ് ചെയ്യല് സാറിനൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല. നവ്യയുടെ ഷൂട്ടാണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷാ. കാരണം നവ്യയെ ഞാൻ ഒരുപാട് ആരാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും നവ്യ എന്തുകൊണ്ട് മുമ്പ് ഇതിനൊന്നും മുന്നോട്ട് വന്നില്ല? അത് പിന്നെ സർ, എന്റെ കഴിവ് ഞാൻ മുമ്പ് പ്രകടിപ്പിച്ചതാ. പക്ഷേ അതാരും തിരിച്ചറിയാൻ തയ്യാറായില്ല. പിന്നെ എന്റെ ഫാമിലി ഇതുപോലെ മോഡേൺ ആയിട്ട് അഭിനയിക്കുന്നതിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്തവരാ. പിന്നെ അബിയുടെ ഫാമിലി അല്ലേ, അതും ഒന്നിനൊന്ന് മെച്ചമാ. എന്തായാലും ആ മൂർത്തി ഇങ്ങനെ ഒരു മനുഷ്യനാണെന്ന് ഞാൻ കരുതിയില്ല. ഹേം ജ്വല്ലറി മത്സരിക്കുന്നത് അത്ര നല്ലവരോടൊന്നുമല്ല, അതുകൊണ്ട് അവർക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. സർ അതിലൊരു പശ്ചാത്താപവും കാണിക്കണ്ട. അവരെ ഇടിച്ച് എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് താഴ്ത്തണം. അത്രയ്ക്ക് മുകളിൽ ഹേം ജ്വല്ലറി വളർന്നു വരണം. എന്റെ അബിക്ക് അവിടെ നല്ലൊരു സ്വാധീനം ഉണ്ടാവണം. പിന്നെ എനിക്കും ആ സമയത്ത് ഇയാൾ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. പിന്നെ 10-20 വർഷമായിട്ട് ശ്രമിക്കുന്ന ഞങ്ങൾക്കില്ലേ ഇവിടെ സ്വാധീനം. പിന്നെയല്ലേ വലിഞ്ഞു കയറി വന്ന ഇവളുടെ ഭർത്താവിന്. അവളുടെ വിചാരം ഏഞ്ചുലറിയുടെ മഹാറാണിയാണെന്നാ. ശത്രുതയ്ക്ക് പുറത്ത് ഇവളെയൊക്കെ പിടിച്ച് മോഡലാക്കേണ്ടി വരുന്ന ഏഞ്ചുലറിയുടെ അവസ്ഥ. സർ എന്താ ആലോചിക്കുന്നത്? ഏയ് ഞാൻ വേറെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആ സമയത്താണ് കേട്ടോ അബി അകത്തോട്ട് കയറി വരുന്നത്. മെയ് കമീൻ സാർ. അയ്യോ വാ അബി, എന്തിനാ ഞങ്ങളോട് ഇതിനൊക്കെ ചോദിക്കുന്നത്? അല്ല, ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഇല്ലേ? പിന്നെ അവിടെ ഇരിക്കുന്നവരെയും ബഹുമാനിക്കാന്നുള്ളത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അല്ലേ? ബ്രില്യൻറ്റ്. നവ്യെ പോലെ തന്നെ അബിയും ആള് കൊള്ളാലോ. അബി ഇരിക്കൂ. ഏയ് വേണ്ട സർ, ഇരിക്കുന്നേ. നവ്യയുടെ സെലക്ഷൻ ഏതായാലും കൊള്ളാം. അബിയും കാണാനൊട്ടും മോശക്കാരനല്ലല്ലോ. ഇത് കേട്ടപ്പോ തന്നെ അബിക്ക് ഒരുപാട് സന്തോഷാവൻ കേട്ടോ. നവ്യയ്ക്കും സന്തോഷാവുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ നേരിട്ട് കാര്യത്തിലോട്ട് കടക്കാം. ഇവിടെ ഇന്റർവ്യൂ ഒന്നുമില്ല. അബിയെ ഞങ്ങൾക്ക് ഒരുപാട് ബോധ്യപ്പെട്ടതാ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാനേജർക്ക്. അതുകൊണ്ട് പറയുക, അബിക്ക് നേരെ മാനേജർ പോസ്റ്റാ തരുന്നത്. അയ്യോ സർ, മാനേജർ പോസ്റ്റോ? അതെ, അബിയെതിരെ അതിന് ഞെട്ടുന്നത്. അല്ല, ഒന്നും അല്ലാത്ത എന്നെ പിടിച്ചെന്തിനാ മാനേജർ പോസ്റ്റിലേക്ക്? അത് വേറൊന്നും കൊണ്ടല്ല, മാനേജർ ആയിരുന്നില്ല, ഓണർ ആയിട്ടായിരുന്നില്ലേ മൂർത്തി ജ്വല്ലറിയിൽ വിലസിയിരുന്നത്. അപ്പൊ പിന്നെ ഇവിടെ മാനേജറുടെ പൊസിഷൻ എങ്കിലും തരണ്ടേ? അങ്ങനെ തരാതിരുന്ന അബിക്ക് അതൊരു കുറച്ചിലാവില്ലേ? സർ, എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് കയ്യിലിരിക്കണം. അതിനൊരു ജോലിയെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിന് മാനേജർ പൊസിഷൻ ഒന്നും വേണമെന്നില്ല. ആ സമയത്ത് നവ്യ അത്യാഗ്രഹം പിടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അബി നീ ഒന്നും മിണ്ടാതിരിക്കേ, നിനക്ക് വന്ന ഓഫറായത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അബിക്ക് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജോലിയാണ്. അബി, ആ ആനന്ദപുരി വീട്ടിൽ നിന്ന് തല ഉയർത്തി പിടിച്ചോണ്ട് ഇറങ്ങി വരാൻ പറ്റിയ നല്ല ജോലിയാണ് ഇത്. അതുകൊണ്ട് നീ ആയിട്ട് ഇതിന് എതിർപ്പൊന്നും പറയല്ലേ. അയ്യോ എനിക്ക് എതിർപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ എതിർപ്പുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ കമ്പനിയിലെ മാനേജർ അബി തന്നെ. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. സർ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നോടല്ല ഇതിനൊന്നും നന്ദി പറയേണ്ടത്, നമ്മുടെ എൻ ജ്വല്ലറിയുടെ ഓണറോടാ, നമ്മുടെ MD യോട്. MD യെ ഞാൻ വിളിച്ച് നന്ദി പറഞ്ഞോളാം. അബിക്ക് ഞങ്ങളുടെ MD ആയിട്ട് നല്ല തിരുപാടാണെന്ന് അറിയാം, അതുകൊണ്ട് നേരിട്ട് തന്നെ ആയിക്കോട്ടെ. ശരി സാർ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, സർ അബി എന്ന് മുതലാ ജോയിൻ ചെയ്യേണ്ടത്? ഇന്ന് മുതൽ ജോയിൻ ചെയ്തോട്ടെ. ഇനിയിപ്പോൾ ഇന്ന് വരാൻ താല്പര്യമില്ലെങ്കിൽ നാളെ നേരത്തെ വന്നാലും മതി. സർ, ഞാൻ നാളെ വരാം. എന്തായാലും നാളെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. ഓ ശരി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ സന്തോഷ വാർത്ത വീട്ടിൽ അറിയിക്കട്ടെ. അതിനെന്താ, എത്രയും പെട്ടെന്ന് പോയിട്ട് അറിയിച്ചോളൂ. ശരി സാർ. ഇതും പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അബിയെ വീണ്ടും ആ ഓഫീസർ വിളിക്കുന്നത്. അതായത് മെയിൻ ഓഫീസർ അല്ല, അതിന് പിന്നിൽ നിൽക്കുന്ന ആ ഓഫീസർ. അബി ഒന്ന് നിൽക്കുവോ? അയ്യോ നവ്യ നിൽക്കണ്ട, നവ്യ പോയിക്കോളൂ. അബിയോട് ചെറിയൊരു കാര്യം പറയാനാ. ശരി സാർ. അങ്ങനെ നവ്യ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അബി അകത്തോട്ട് വരുന്നത്. എടാ അബി, നിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഞാനും കൂടി ഇടപെട്ടതുകൊണ്ടാ ഈ കാര്യം ഇത്രയും വരെ ആയത്. ഓ എനിക്കറിയാടാ, അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദി ഒന്നും എനിക്ക് വേണ്ട. പകരം ഞാൻ നിന്നോട് മറ്റൊരു കാര്യം പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? എന്ത് കാര്യം? എടാ നവ്യയുടെ കാര്യം. നവ്യയുടെ കാര്യോ? അതേടാ, മറ്റേ സാറിന്. ഓ അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അത് നമുക്ക് ശരിയാക്കാന്നേ. കുറച്ച് ദിവസം കഴിയട്ടെ, എല്ലാം അവൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ ശരിയാക്കാം. ശരിയടാ അബി, എന്തായാലും നിനക്ക് ഓർമ്മയിലുണ്ടല്ലോ. അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നാ പിന്നെ ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി. ഇതും പറഞ്ഞ് അബി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്താടാ അവൻ പറഞ്ഞത്? സാറേ, അവൻ മറന്നിട്ടൊന്നുമില്ല, അവനെല്ലാം ശരിയാക്കി തരാന്നാ പറഞ്ഞത്.
അത് കൊള്ളാലോ. എന്തായാലും അവന്റെ ഭാര്യയല്ലേടാ അത്. ഭാര്യയോട് ഒരു സിമ്പതിയും ഇല്ലാത്ത ഒരുത്തൻ. സാറേ, അവന് സിമ്പതി ഉണ്ടോ എമ്പതി ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. നമുക്ക് കാര്യം നടന്നാ പോരെ. എനിക്ക് എന്തായാലും കാര്യം നടന്നാൽ മതി. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അഭിയാണ് കേട്ടോ. അഭിയോട് നവ്യ പറയുന്നുണ്ട്, ഇപ്പൊ ജോലി കിട്ടിയ കാര്യമൊന്നും തൽക്കാലം അനന്തപുരിയിൽ ആരും അറിയണ്ട. നല്ല ഓഫീസർമാരുടെ വേഷമിട്ട് നീ താഴോട്ട് ഇറങ്ങി വരണം. അന്നേരം എല്ലാവരും അറിയണം നീ ജ്വല്ലറിയുടെ മാനേജർ ആണെന്ന്. പക്ഷെ നവ്യ, അതിലൊരു വിഷയമുണ്ട്. എന്ത് വിഷയമുണ്ടെന്ന്? അഭി എന്തിനെ എപ്പോഴും ഓരോ കാര്യം പറയുമ്പോ ഇങ്ങനെ എതിർക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല നവ്യെ. നമുക്ക് കുറച്ചു കാലം കൂടി അവിടെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ടതാ. നിനക്ക് അവന്തികയുടെ കാര്യം അറിഞ്ഞൂടെ? അവക്ക് എങ്ങനെയെങ്കിലും ഒരു 10-200 പവനെങ്കിലും കൊടുക്കണ്ടേ? അതൊക്കെ എനിക്കറിയാലോ അബി. അതിന് നീ ജോലിക്ക് പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിന്നെ അവര് മൂർത്തി ജ്വല്ലറിന്ന് പുറത്താക്കിയിട്ടല്ലേ നീ ജ്വല്ലറിയിൽ പോകുന്നത്. എന്നാ പിന്നെ നിനക്ക് ജ്വല്ലറിയിൽ മാനേജറായി പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് പിന്നെ നീ വാശി പിടിക്കണം. എൻ്റെ ഭർത്താവിനെ ജ്വല്ലറിയിൽ മാനേജറാക്കി ഞാൻ വിടുമെന്ന്. അങ്ങനെ നീ കട്ടയ്ക്ക് വാശി പിടിച്ച് നിന്നാ എനിക്ക് അവിടെ പോകാൻ പറ്റും. അതിനെന്തിനാ ഞാൻ വാശി പിടിക്കുന്നത്? ഇത് നിന്റെയും കൂടി വാശിയല്ലേ? അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലേ ജ്വല്ലറി നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരാന്നാ പറഞ്ഞത്. അതിലൊന്നും നമ്മളെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ശരിയാ. എന്നാലും അവന്തികയുടെ കല്യാണം എങ്ങനെയെങ്കിലും കഴിയണം. അതുവരെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു വെക്കാന്നാ ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അവർ നേരെ അനന്തപുരിയിലോട്ട് പോകുന്നുണ്ട്. അനന്തപുരിയിലെ ടേബിളിനരികിലായിട്ട് ആദർശ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആദർശ് എന്തൊക്കെയോ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആ സമയത്ത് ആദർശിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ആദർശ് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ആ വീഡിയോ ജ്വല്ലറിക്കാരാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. ആ വീഡിയോ എടുത്തു നോക്കാണ് ആദർശ്. ആ വീഡിയോയിൽ മറ്റൊന്നും അല്ല കേട്ടോ, നവ്യയുടെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു ആഡാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ആദർശിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് നവ്യയല്ലേ? നവ്യ എന്താ ഇത്രയും മോശമായി വസ്ത്രം ധരിച്ച് അഭിനയിച്ചിരിക്കുന്നത്? ഇതിന് ലോകം മുഴുവൻ കാണില്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ബാത്റൂമിൽ നിന്ന് തല തോർത്തിക്കൊണ്ട് കുളിച്ചുകൊണ്ട് നയന വരുന്നത്. ആദർശേട്ടൻ എന്താ പറയുന്നത്? നയനെ, ഈ നവ്യ ഇത് എന്തിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുവാ? എന്താ ആദർശേട്ടാ, എന്താ കാര്യം? നീ ഒന്നിങ്ങ് വന്നേ, ഇതൊന്ന് നോക്ക്. ഇത് നവ്യ അഭിനയിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ അയ്യോ ഇത് ചേച്ചിയല്ലേ എന്നും പറഞ്ഞോണ്ട് നയന വായിൽ കൈവെക്കാണ് കേട്ടോ. നയനെ, ഈ നവ്യ ഇത് എന്തിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുവാ? ഈ വേഷത്തില് ഇനി ലോകം മുഴുവൻ ഈ പരസ്യം കാണില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ ആദർശേട്ടാ? ഈ പരസ്യം ബ്ലോക്ക് ആക്കാൻ വല്ല വഴിയുണ്ടോ? നമ്മൾ എങ്ങനെ ഈ പരസ്യം ബ്ലോക്ക് ആക്കാനാ? കാശ് എത്ര എറിഞ്ഞു കൊടുത്താലും ജ്വല്ലറിക്കാര് ഈ പരസ്യം ബ്ലോക്ക് ആക്കാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ആദർശേട്ടാ? എല്ലാവരും ഈ പരസ്യം കാണില്ലേ? ആദ്യം നവ്യയോട് തന്നെ ചോദിക്കാം എന്താ ഇങ്ങനെയെന്നൊക്കെ. അവള് കാലം മുന്നോട്ട് പോകുമ്പോഴേക്കും ഓരോ വസ്ത്രം ഊരി എറിയാണോ? ഇതിനെയൊക്കെ പിന്നിൽ അവനായിരിക്കും. അവളുടെ ഭർത്താവുണ്ടല്ലോ അബി, അവൻ പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, കുടുംബം കുട്ടിച്ചോറാക്കാൻ. ആദർശേട്ടാ, എന്നാ പിന്നെ അവൻ ഒരു പാഠം പഠിപ്പിക്കണം. ഇനി അങ്ങനെയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നയനെ. അവനെ സഹായിച്ചിട്ടൊന്നും കാര്യമില്ല. ദിവസം കൂടുന്തോറും അവൻ സ്വഭാവം കൂടെ വഷളായിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്തേ പറ്റൂ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ് കേട്ടോ. നവ്യാണെന്നുണ്ടെങ്കിൽ ജലജയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവ്യെ. ജ്വല്ലറിയുടെ മാനേജർ പൊസിഷനിലേക്കൊക്കെ ഇത്ര പെട്ടെന്ന് എന്റെ മോൻക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അമ്മേ, അതിന് നമ്മുടെ തലവര ഇപ്പോഴാണ് തെളിഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. സത്യം പറയല്ലോ മോളെ, ഈ വീട്ടിലോട്ട് നയനോടൊപ്പം തന്നെ കയറി വന്നപ്പോ ആ സമയത്ത് നിന്നോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. ഈ വീട്ടിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടാൻ ഞാൻ സകല പരിപാടിയും പറ്റിയതാ. പക്ഷേ ഇപ്പോഴെന്റെ മനസ്സ് പറയുന്നത് നീയാണ് എൻ്റെ മരുമകളെന്ന്. ഇതൊക്കെ ജലജ മനസ്സിൽ മറ്റൊന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അമ്മ എന്തായാലും ഇപ്പോഴെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അമ്മ ഇനി അമ്മയുടെ പഴയ സ്വഭാവമൊക്കെ മാറ്റണം. എന്തായാലും അവന്തിയുടെ കാര്യത്തിലൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ? പിന്നെ എടുക്കണ്ടേന്നോ? എൻ്റെ മോളിപ്പോൾ വന്നിരിക്കുന്നത് മോളുടെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഒരു 10-200 പവനെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ ട്രസ്റ്റിലുള്ള കാശൊക്കെ എൻ്റെ മോക്കുള്ളതാ. അതൊക്കെ നമുക്ക് ശരിയാക്കാമേ. എൻ്റെ മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും കഴിയണം. അതിനു വേണ്ടിയാ ഇവരുടെയൊക്കെ കാൽച്ചവിട്ടിൽ ഞാൻ കഴിയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിലേ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീടിന്റെ പടി ഇറങ്ങായിരുന്നു. അവരുടെതൊക്കെ ആർക്ക് വേണം? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അബി അങ്ങോട്ട് വരുന്നത്. നവ്യേ. അത് കേട്ടപ്പോ തന്നെ നവ്യ പറയുന്നുണ്ട്, എന്താ അബി? നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നീ വല്ലതും അറിഞ്ഞോ? എന്തറിയാൻ അബി? അത് ശരി, അപ്പൊ നീ ഫോൺ എടുത്ത് നോക്കിയില്ലേ? നിന്റെ ആഡ് പുറത്തിറങ്ങി. എന്ത്, ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയോ? അതേനെ, പക്ഷേ അതിൽ അഭിനയിച്ചിരിക്കുന്നതേ അത് നീ തന്നെ ആണെന്ന് എനിക്ക് സംശയം. അപ്പോ ജലജ പറയുന്നുണ്ട്, അബി നീ എന്താ പറയുന്നത്? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കി പറ. അപ്പൊ അമ്മയും ആ ആഡ് കണ്ടില്ലേ? നിങ്ങളൊന്ന് ആ പരസ്യം എടുത്തു നോക്ക്. അതിൽ നീ തന്നെ ആണോ അഭിനയിച്ചെന്ന് എനിക്ക് സംശയം തോന്നുവാ.
അങ്ങനെ നവ്യയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരസ്യം എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. നവ്യയുടെ ഫോണിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ജലജയും നവ്യയും കൂടി പരസ്യം കാണാണ്. ഇത് കണ്ടുകൊണ്ട് സത്യം പറഞ്ഞ ജലജയൊക്കെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ആ നവ്യേ, നീ ഇങ്ങനെയാണോ പരസ്യത്തിൽ അഭിനയിച്ചത്? അയ്യോ, ഞാൻ ഇങ്ങനെയല്ലല്ലോ അഭിനയിച്ചത്. ഞാൻ വേറെ വസ്ത്രം ഇട്ടിട്ട് അഭിനയിച്ചത്. ഇത് ഞാനല്ല അഭി. നീ അല്ലാതെ പിന്നെ നിന്നെ അവരെങ്ങനെ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ ഓഫീസർ എന്നോട് പറഞ്ഞിരുന്നു ചെറിയ മാറ്റമൊക്കെ ഇതിൽ വരുത്തുമെന്ന്. പക്ഷെ ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അഭി, നീ എത്രയും പെടുന്ന ആ AN ജ്വല്ലറിയുടെ മാനേജറെ വിളിക്ക്. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ. എന്തിനാ നവ്യ ഡിലീറ്റ് ചെയ്യുന്നത്? ഇതിലൂടെ നിനക്ക് കുറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും. പക്ഷെ അതൊന്നും ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും. നിനക്ക് ഇങ്ങനെയുള്ള വേഷത്തിൽ അഭിനയിച്ചതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കും വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ വീട്ടിലുള്ളവർക്ക് അതൊക്കെ പറ്റുമോ? അവരാണെങ്കിൽ നമ്മളെ അടിച്ച് വെളിയിൽ കളയാൻ കാത്തിരിക്കുക. പ്രത്യേകിച്ച് ആ ദേവയാനിയും മകനും ഒക്കെ. അപ്പൊ പിന്നെ എന്താ അമ്മേ നമ്മൾ ചെയ്യാ? ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ? പരസ്യം എന്തായാലും ഒരുവിധപ്പെട്ട ആളുകളൊക്കെ കണ്ടു കാണാം. അതുകൊണ്ട് നമ്മളായിട്ട് അതിലൊരു തീരുമാനം പറയാൻ പോവണ്ട. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ അതിന് എതിരഭിപ്രായം ഒന്നും പറയാൻ പോവണ്ടെന്നാ. അതായത് നവ്യകാരനാണല്ലോ ഇപ്പൊ അഭിക്ക് മാനേജർ പൊസിഷനിൽ ജോലി കിട്ടിയത്. അതിപ്പോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരത് എതിർക്കണ്ട. അതും പറഞ്ഞത് ശരിയാ. ഞാനിപ്പോ ഇതിന് എതിരഭിപ്രായം പറയാൻ ചെന്നു കഴിഞ്ഞ പിന്നെ അബിയുടെ ജോലി കാര്യത്തിൽ അവരൊരു തീരുമാനം എടുക്കും. അതെ നവ്യ, നീ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ പോണ്ട. എന്റെ ജോലി പോയാൽ പിന്നെ ഇവരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ശരി, തൽക്കാലം ഒന്നും അറിയാത്ത രീതിയിൽ നടന്നാൽ മതി. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദാവനാണ് കേട്ടോ. നന്ദാവനത്തിൽ പെട്ടെന്ന് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാണ്. ഇത് കണ്ടോണ്ട് ആദർശ് എടുത്തു നോക്കിയ പോലെ തന്നെ നന്ദുവും ആ ഫോണിലെ വീഡിയോ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യയുടെ ആ വേഷത്തിലുള്ള ആഡ് കണ്ടിട്ട് നന്ദുവിന് ദേഷ്യം വരാണ് കേട്ടോ. ഛേ, ഇത് ചേച്ചിയല്ലേ? ചേച്ചി എന്താ ഈ വസ്ത്രമൊക്കെ ഇട്ടോണ്ട് പരസ്യം ചെയ്തിരിക്കുന്നത്? അയ്യോ, ഇത് എത്ര ആളുകൾ കണ്ടു കാണും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ് കേട്ടോ. കനകയാണെന്നുണ്ടെങ്കിൽ പയറ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, കനകെ, നന്ദു മരുന്ന് കഴിക്കുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നീ കൃത്യസമയത്ത് ആ മരുന്ന് എടുത്തു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്റെ ഗോവിന്ദേട്ടാ, മരുന്നെടുത്ത് വെള്ളവും മരുന്നും അവളുടെ കയ്യിൽ വെച്ചു കൊടുത്താലും അവക്ക് മരുന്ന് കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെയായ പറ്റില്ലല്ലോ കനകെ. അവളുടെ കാര്യമൊക്കെ ശരിയായ പിന്നെ അവക്ക് വീണ്ടും ജോലിക്ക് ഇറങ്ങേണ്ടതല്ലേ? എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ടാ? അവളുടെ കാര്യമായതുകൊണ്ടേ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ നയനമോൾ ആവുന്നതും ശ്രമിച്ചിട്ടാ അവള് മരുന്ന് കഴിച്ചോണ്ടിരുന്നത്. ഇന്നിപ്പം നയനമോൾ ഇല്ലല്ലോ. എന്തായാലും കൃത്യസമയത്ത് ഞാൻ ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. മരുന്നിന്റെ കാര്യത്തിലാ വലിയ ബുദ്ധിമുട്ട്. പറഞ്ഞ പോലെ നയനമോൾ വിളിച്ചിരുന്നോ? ഇല്ല ഗോവിന്ദേട്ടാ, ഇന്ന് മോള് വിളിച്ചതേ ഇല്ല. പിന്നെ ഗോവിന്ദേട്ടാ, നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? അമ്മായിമ്മയും മരുമകളും നന്നായതിനേശേ അമ്മായിമ്മ എല്ലാ കാര്യവും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ട് നയനിക്ക്. അപ്പൊ പിന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒരു വിഷമവും ഇല്ല ഗോവിന്ദേട്ടാ. ഇപ്പൊ വൈകിട്ടാണെങ്കിലും അവർക്ക് ഇപ്പൊ കുഞ്ഞുണ്ടായത് നന്നായത്. അതാവുമ്പോ ദേവയാനിയുടെ ഒരു സ്വാധീനം ഇഷ്ടമൊക്കെ മൊക്കെ കിട്ടുമല്ലോ. ആ സമയത്താണ് കേട്ടോ നന്ദു അങ്ങോട്ട് വരുന്നത്. അമ്മേ 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 എന്താ നന്ദുട്ടാ? അയ്യോ, നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി ഓടി വരുന്നത്? നിനക്ക് ഇങ്ങനെയൊന്നും ഓടി വരാൻ പറ്റില്ലല്ലോ. അമ്മേ, ഇങ്ങനെ ഒരു സംഭവം കണ്ട ഞാൻ എങ്ങനെ ഓടി വരാതിരിക്കാ? എന്താ മോളെ? ദേ ഈ വീഡിയോ ഒന്ന് കണ്ടേ. അച്ഛാ, ഇതൊന്ന് കണ്ടു നോക്കിയേ. എവിടെ നോക്കട്ടെ? ഇതും പറഞ്ഞോണ്ട് കനകയും ഗോവിന്ദനും ആ വീഡിയോ കാണട്ടോ. അയ്യോ, ഇത് നവ്യമോളല്ലേ? എന്താ കനക ഇത്? നവ്യയല്ലേ ഇത് അഭിനയിക്കുന്നത്? അയ്യോ ഗോവിന്ദേട്ടാ, ഇത് നമ്മുടെ മോള് തന്നെയാണല്ലോ. എന്താ അമ്മ ഇതൊക്കെ? നവ്യ ചെന്തിനുള്ള ഭാവാ. എനിക്ക് എങ്ങനെ അറിയാനാ നന്ദൂട്ടാ? നീ കാണുന്ന പോലെയല്ലേ ഞാനും കാണുന്നത്. ഷോ, ഇത് വളരെ മോശമായി പോയല്ലോ കനകെ. അവൾ എന്തിനായിട്ട് ഒരുമ്പെട്ട് ഇറങ്ങിയേക്കാ? അഭയം തന്ന ആ കുടുംബത്തെ നശിപ്പിക്കാനോ? അതോ 2 തവണ അറ്റാക്ക് വന്ന് ഈ മനുഷ്യന്റെ ചങ്ക് തകർക്കാനോ? അമ്മേ, ഇനി എന്താ നമ്മളെ ചേച്ചിയെ ചെയ്യാ? ചേച്ചി സത്യങ്ങൾ അറിയാത്തോടത്തോളം കാലം അവനും അവന്റെ അമ്മയും കൂടി നമ്മളെ ചേച്ചിയെ മോശപ്പെട്ട ഒരു സ്ത്രീയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല അമ്മേ. എനിക്കതാ പറയാനുള്ളത്. അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോവിന്ദേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. എന്നാലും അവിടെയുള്ളവരുടെ മുഖത്ത് എങ്ങനെയൊക്കെ നമ്മൾ നോക്കുക? എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ടാ? പ്രസവിച്ചു പോയില്ലേ? അപ്പൊ പിന്നെ അതിന്റെ കാര്യത്തിൽ നമ്മളായിട്ടൊരു തീരുമാനം എടുക്കണ്ടേ? നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ കനകയെ പറയാ? എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അവളെ അടിച്ചു നേരാക്കാൻ പറ്റുമെങ്കിൽ ഈ കനകദുർഗ അതും ചെയ്യും. അവളെ ഞാനല്ലേ വളർത്തി വഷളാക്കിയത്. ഞാൻ തന്നെ അവളെ ഒന്ന് നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗോവിന്ദേട്ടൻ പെട്ടെന്ന് ഒരു വണ്ടി വിളിക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അനന്തപുരിയിലെ ഈ ഒരു വീഡിയോ കണ്ട് ആകെ സ്തംഭിച്ച് നിൽക്കുന്ന എല്ലാവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജയം പറയുന്നുണ്ട്, എന്നാലും നവ്യ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേ. നവ്യയല്ല അച്ഛ ചെയ്യുന്നത്. നവ്യയെ കൊണ്ട് മറ്റു ചിലരൊക്കെ ചെയ്യിപ്പിക്കുക. അതാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, അവന് ഇനിയും കയറൂറി വിട്ടാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ.
പക്ഷെ മുത്തശ്ശ നമ്മൾ എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? അപ്പൊ ദേവേനി പറയുന്നുണ്ട്, എന്ത് തീരുമാനം വേണമെങ്കിലും ഉണ്ടാക്കണം, അല്ലാതെ അവളുടെ അഴിഞ്ഞാട്ടൊക്കെ ഈ ലോകം മുഴുവൻ കാണണോ? ഇത് കേട്ടപ്പോ ജാനകി പറയുന്നുണ്ട്, ഷോ അത് കണ്ടപ്പോ എന്റെ തോലി ഉരിഞ്ഞു പോയി ഏട്ടത്തി, അവളെയൊക്കെ ചാട്ടവാർ എടുത്ത് തല്ലണം. ആ സമയത്ത് അനി പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ ഈ കാര്യം എനിക്ക് വിട്ടേക്ക്, ഓഫീസിൽ അവനെ പുറത്താക്കിയത് പോലെ വീട്ടിലും എനിക്ക് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പുറത്താക്കാൻ അറിയാം. ഏയ് വേണ്ട, അവനെ പുറത്താക്കുന്നതിന് പകരം അവന് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്നുള്ളത് എനിക്കറിയാം, അത് അവൻ അർഹിക്കുന്നുണ്ട്. അച്ഛൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അതിപ്പോ തൽക്കാലം ആരും അറിയണ്ട, പക്ഷേ അവനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ആ സമയത്താണോ നവ്യയും അഭിയും ജലജയും അങ്ങോട്ട് വരുന്നത്. മോളെ, ഇപ്പൊ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും അവിടെ, അവർ ചർച്ച ചെയ്യട്ടെ അമ്മേ, എത്രത്തോളം ചർച്ച ചെയ്യുന്നു കാണാലോ. ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുന്ന സമയത്താണ് കേട്ടോ ആദർശ് പറയുന്നത്, ഓ വരുന്നുണ്ടല്ലോ, ഒന്നും അറിയാത്ത പോലെ നിൽക്കുക അവന്. എടാ, നിന്റെ ഭാര്യയുടെ അഴിഞ്ഞാട്ടം കണ്ടോ? ലോകം മുഴുവൻ ഇപ്പൊ അത് കണ്ടോണ്ടിരിക്കുക. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് കേട്ടോ, എന്താ പറഞ്ഞത്? അഴിഞ്ഞാട്ടോ? അങ്ങനെ എന്നെ അഴിഞ്ഞാട്ടക്കാരെന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തന്നെ ഞാൻ എന്താടോ വിളിക്കേണ്ടത്? ഇത് കേട്ടപ്പോ ദേവി എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ദേ നവ്യെ, സൂക്ഷിച്ച് സംസാരിച്ചോ. ആരോട് നീ സംസാരിക്കുന്നത്? ഇയാളോട് തന്നെ. ഇയാള് വലിയ പുണ്യാളനാണോ എന്നെ അഴിഞ്ഞാട്ടക്കാരെന്ന് വിളിക്കാന്? ആ വസ്ത്രം ഇട്ട് പരസ്യം ചെയ്തതിനാണോ അയാൾ എന്നെ അങ്ങനെ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അയാളെ ഞാൻ വേറെ പലതോ വിളിക്കാം. ആ സമയത്ത് ദേവ്യാനിക്ക് ദേഷ്യം വരുമ്പോ ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഇതും പറഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ ഇതാക്കി കാണിക്കാൻ കേട്ടോ. അപ്പൊ ദേവ്യാനിക്ക് മനസ്സിലാവാണ്. അപ്പൊ അഭി പറയുന്നുണ്ട്, നവ്യ നീ ഒന്ന് മിണ്ടാതിരിക്കേ, വെറുതെ എന്തിനെ വിഷയം ഉണ്ടാക്കുന്നത്? അഭി, എനിക്ക് നിന്റെ ഈ തല താഴ്ത്തല മനസ്സിലാവാത്തത്. ഇതൊക്കെ ഓരോന്ന് പറയുമ്പോഴും അതിന് മറുപടി കൊടുക്കാൻ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിലേ ഇങ്ങനെ ചൂളി നിൽക്കേണ്ടി വരും. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ വലിയ പുണ്യാളനായി വാ, ഒരു പരിശുദ്ധം വന്നേക്കുന്നു, എന്നെ അഴിഞ്ഞാട്ടക്കാരിന്ന് വിളിക്കുന്നു. ഛേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കനകയും ഗോവിന്ദനും അങ്ങോട്ട് കയറി വരുന്നത് കാണിക്കുന്നത്. അപ്പൊ നയന് പറയുന്നുണ്ട്, ആദർശേട്ടാ, അച്ഛനും അമ്മയും. വിഷമിച്ചോണ്ട് വരുന്ന അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് നയന് ചെല്ലുന്നുണ്ട് കേട്ടോ. അമ്മേ, അച്ഛ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എങ്ങനെയാ മോളെ മുന്നറിയിപ്പ് തരിക? അങ്ങനെയുള്ള പലതും അല്ലേ ഫോണിൽ കാണുന്നത്. എവിടെ അവള്? അവളോട് രണ്ട് വർത്താനം പറയാൻ ഞാൻ വന്നത്. ആ സമയത്താണ് കേട്ടോ മൂർത്തിമുത്തശ്ശൻ അവിടെ ഇരിക്കുന്നത് കാണിക്കുന്നത്. സാറേ ഇവിടെ ഉണ്ടായിരുന്നോ? കനകയും ഗോവിന്ദനും മോളുടെ വിശേഷം അറിഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ? അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ മോക്ക് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുക, ജനിപ്പിച്ചു പോയില്ലേ സാറേ, അപ്പൊ പിന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടേ, അയ്യേ എന്തിനാ നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ലല്ലോ. ചിലരങ്ങനെ ആയി പോകുന്നത് അതൊന്നും മാതാപിതാക്കളുടെ തെറ്റായി കണക്ക് കൂട്ടരുത്. അപ്പോ നവ്യ പറയുന്നുണ്ട്, അമ്മേന്തിനാ മാപ്പ് പറയാനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ അതിനു മാത്രം എന്ത് തെറ്റാ അമ്മയെ ചെയ്തത്? ചി നിർത്തരി, മിണ്ടി പോരുത്. മിണ്ടിയാലുണ്ടല്ലോ അടുക്കളയിൽ നിന്ന് ഒരു കത്തി എടുത്തോണ്ട് വന്ന് നിന്നെ തീർക്കും ഞാൻ. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക്. ഷെടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ഞാൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു, ഇത് ഇത്ര വലിയ തെറ്റാക്കാൻ എന്താ? എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും എനിക്ക് ജീവിക്കാനുള്ള കാശിതാ തരില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്കറിയാവുന്ന ജോലി എനിക്ക് ചെയ്യണ്ടേ? അതിന് ഇത്രയും മാന്യതയില്ലാത്ത വസ്ത്രം ഇട്ടിട്ടാണോ പരസ്യത്തിൽ ഇനി അഭിനയിക്കേണ്ടത്? എനിക്ക് അതിൽ ഒരു മാന്യതക്കുറവും തോന്നിയില്ല. ഛേ, ആ വസ്ത്രം ഇട്ടോണ്ടാണോ അത്രയും പേരുടെ മുന്നിൽ നീ ആ പരസ്യം ചെയ്തത്? അമ്മേ, ഞാൻ വീണ്ടും പറഞ്ഞു, അതെനിക്ക് അത്ര ബോറായിട്ട് തോന്നുന്നില്ല. നിനക്ക് തോന്നില്ല, പക്ഷെ കാണുന്ന ഞങ്ങൾക്കൊക്കെ അത് കാണാൻ പോലും തോന്നുന്നില്ല. നവ്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞു നേക്കാം. ഇനിയും നീ ഇതുപോലെ തുടരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ കൊന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇവർക്ക് നീ എന്നുള്ള ബാധ്യത ഞാൻ അങ്ങ് തീർത്തു കൊടുക്കും. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? മിണ്ടരുത് നീ. അമ്മയൊന്ന് നിർത്തിക്കേ, എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, നവ്യ ഒന്ന് അടങ്ങ്, വിടനെ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ എനിക്ക് പറയണം. ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മരുമകനല്ലേ? മരുമകനാണ്. ഇതുപോലൊരു മരുമകനെ കിട്ടിയതില് ഖേദിക്കുന്ന അച്ഛനും അമ്മയാ. നിന്റെ അമ്മയായ ഞാനും നിന്റെ അച്ഛനും. അപ്പൊ ഈ നിൽക്കുന്ന മരുമകന് നിങ്ങൾ ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ടായിരിക്കും അല്ലേ? അതേടി, ഞങ്ങൾക്ക് അഭിമാനം തന്നെയാ ഞങ്ങളുടെ ആദർശമോന്, അതിൽ ഒരു മാറ്റമില്ല. അല്ല, നിങ്ങൾക്കൊക്കെ പ്രാന്തുണ്ടോ? എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുക. കുറച്ച് കാശിയാളുടെ കയ്യിലുണ്ട്, വലിയ MD ആണെന്നുള്ള ഭാവമുണ്ട് എന്ന് കരുതിയിട്ട് അയാൾ ചെയ്ത തെറ്റൊക്കെ നിങ്ങൾ മറച്ചു വെക്കണോ? ഒരു പെണ്ണിനെ വഞ്ചിച്ച് ചതിച്ചിട്ടാ ഇയാൾ നിൽക്കുന്നത്. അതിലൊരു കുഞ്ഞുണ്ടായിട്ടാ എന്നെ കെട്ടാൻ ഇയാൾ നെഗളിച്ച് വന്നത്. എന്തോ ഒരു ഭാഗ്യം പറയാലോ, നയനയെ കെട്ടി. അതോടുകൂടി നയനയുടെ ജീവിതം നശിച്ചു. ഇയാളെ സപ്പോർട്ട് ചെയ്ത് പറയാൻ മാത്രം, എന്റെ അബിയെ താറടിച്ച് പറയാൻ മാത്രം അബി എന്ത് തെറ്റാ ചെയ്തത്? അമ്മ അതാ എന്നോട് പറ. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, നിർത്തടി. ആവശ്യത്തിലേറെ ലാളിച്ച നിന്റെ അമ്മ നിന്നെ വളർത്തിയത്. പണത്തിനോടും സ്വത്തിനോടൊക്കെ ഒരുപാട് ആർത്തി പിടിപ്പിച്ചിട്ട് എന്നും കരുതിയിട്ട് നീ കുടുംബം കുട്ടിച്ചോറാക്കാൻ പോവാണോ? ഒരു കുട്ടിച്ചോറാക്കാനും ഞാൻ പോയിട്ടില്ല. എന്നെയും എന്റെ അബിയും താറടിച്ച് ഇവിടെ ഉള്ളവര്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പലതും ചെയ്യുന്നത്. പിന്നെ ഇയാൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണം. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അയാൾ തല ഉയർത്തി നിങ്ങളുടെ മുന്നിലൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അഭിമാനമാണ് അയാളെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്ത് കാര്യം അയാൾ ഇത്രമാത്രം വലുത് ചെയ്തത്? അയാൾ ഒരു ഫ്രോഡാ,
ഒരു പെണ്ണിനെ വഞ്ചിച്ച് ചതിച്ച് എന്നിട്ട് ആ പെണ്ണിന്റെ തലക്കടിച്ചിട്ട് ആ പെണ്ണിനെ ഹോസ്പിറ്റലാക്കി. ഇപ്പൊ ആ പെണ്ണ് കോമാ സ്റ്റേജിലാ. ആ പെണ്ണങ്ങനെ തിരിച്ചു വന്നാലേ ഇയാള് നയനെ ഉപേക്ഷിച്ച് ആ പെണ്ണിനെ കിട്ടും. ആ പെണ്ണിന് ദുബായിലെ ഒരുപാട് സ്വത്തുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അയാൾക്ക് അതും കൂടി അടിച്ചു മാറ്റാലോ. പിന്നെ ഇയാളെന്നെ അഴിഞ്ഞാടക്കാരെന്ന് വിളിച്ചില്ലടി നയനെ. അപ്പൊ പിന്നെ നിന്റെ ഭർത്താവിന് ഞാൻ എന്താടി വിളിക്കേണ്ടത്? നിങ്ങളൊക്കെ വഴി പഴപ്പിക്കാൻ അറിയിക്കുന്ന ജന്മം ഇയാള്. എന്നിട്ടൊരു കുഞ്ഞിന് ജന്മം കൊടുത്തതും പോരാ, ആ കുഞ്ഞിനിട്ട് കഷ്ടപ്പെടുത്തി ഇത്രയും കാലം. മറ്റൊന്നിന് നിവൃത്തിയില്ലാതെ കണ്ടപ്പോ ആ പെണ്ണിനെ ആ തള്ള ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ സമയത്ത് കനകയ്ക്ക് ദേഷ്യം വരണം കേട്ടോ. നിർത്തടി. ഇനി എന്റെ ആദർശമോനെ കുറിച്ച് നീ ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറയും. പറയാനുള്ളത് ഞാൻ മുഴുവൻ പറയും. പറഞ്ഞു നോക്ക് നീ. അപ്പൊ ഈ കനകദുർഗയുടെ യഥാർത്ഥ സ്വഭാവം അറിയും. നിനക്കെന്നെ അറിയാലോ. അമ്മ എന്നെ എന്ത് ചെയ്താലും വേണ്ടിയില്ല. ഇയാള് ചെയ്ത് തട്ടി ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും. അല്ലെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഇയാളുടെ സ്വത്ത് കണ്ടിട്ടില്ല അമ്മയുടെ അച്ഛനെ കണ്ണൊക്കെ മഞ്ഞളിക്കുന്നത്. അത് നിങ്ങൾ തന്നെ അങ്ങ് എടുത്തോ. ഇത് പറഞ്ഞപ്പോ തന്നെ കനകയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. കനക നവ്യയുടെ മുഖത്ത് നോക്കി ഒരൊറ്റൊരെണ്ണം പൊട്ടിക്കാണ്. അമ്മേ, അമ്മ എന്നെ തല്ലിയല്ലേ? തല്ലുവെടി. നിന്നെ വളർത്തി വഷളാക്കിയത് ഞാനാ. നിന്നെ ഒന്ന് നേരാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താടി എന്റെ ആദർശമോനെ കുറിച്ച് പറഞ്ഞത്? നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ നിനക്ക് വേണ്ടി ആദർശമോനും നയനമോളും ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത്. എന്നിട്ട് അവരെ തന്നെ നിനക്ക് വെട്ടിക്കീറി മുറിക്കണല്ലേടി. അവരെന്ത് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചെന്നാ അതൊക്കെ നീ അറിയണം. അറിഞ്ഞില്ലെങ്കിലേ നീ കൂടെ കൂടെ വഷളായിക്കൊണ്ടിരിക്കും. നീ വലിയ പുണ്യാളനായി കാണുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ ഈ അബി. ആ സമയത്ത് അബി പറയുന്നത്, അമ്മേ അമ്മ അത് മിണ്ടരുതടാ. നിന്നെ പറ്റി അറിയട്ടെ ഇവള്. അവൻ വലിയ പുണ്യാളനൊന്നും അല്ല. പണ്ടത്തെക്കാളും 8 ഇരട്ടി മടങ്ങ് അവന്റെ ദുഷ്ട സ്വഭാവം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? വളർത്ത ദോഷമൊന്ന് പറയാം. അവന്റെ തള്ള ഇവളായി പോയില്ലേ. ദേ കനകെ, എന്താടി നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ? നീ നിന്റെ മോനെ വളർത്തി വഷളാക്കിയതുകൊണ്ടല്ലേ എന്റെ മോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അമ്മ എന്താ പറയുന്നത്? അമ്മ എന്തിനാ അവരെക്കുള്ള ചാടുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയാടി. നിന്റെ ഭർത്താവാ എല്ലാ സകല തെറ്റും ചെയ്തത്. ആദർശ് മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെവിടെ വേണമെങ്കിലും ആരുടെ തലയിൽ വെച്ച് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യും. എനിക്ക് ആദർശ് മോനെ അത്രക്കേറെ വിശ്വാസമുണ്ട്. ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് അവൻ സമ്മതിക്കുകയാണെങ്കിൽ അത് നിന്റെ ഭർത്താവ് ആ തെറ്റ് ചെയ്തെന്ന് നീ അങ്ങ് കൂട്ടിക്കോ. അമ്മേ, അല്ലതെന്താ ഞാൻ നിന്നോട് പറയേണ്ടത്? ആദർശ് മോനെ നീ നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറയുന്നുണ്ടല്ലോ മറ്റൊരു പെണ്ണിനെ പ്രണയിച്ചു വഞ്ചിച്ചു എന്ന്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു 1000 പെണ്ണുങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കും നിന്റെ ഈ നിൽക്കുന്ന കെട്ടിയോൻ. കഴിഞ്ഞ ദിവസം പുറത്തോട്ട് പോയിരുന്നു മാർക്കറ്റിലേക്ക്. ആ പോകുന്ന വഴിക്ക് ഞാൻ ഇവനെ കണ്ടു. ഇവനും മറ്റൊരുത്തിയും കൂടി. ഗോവിന്ദേട്ടനും കണ്ടതല്ലേ? ഗോവിന്ദേട്ടൻ ഇത് മാത്രമല്ല കണ്ടത്. ഇതിനു മുമ്പും ഗോവിന്ദേട്ടൻ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നിന്നോട് പറയാതിരുന്നതേ നിന്റെ ജീവിതം തകരേണ്ടത് കരുതിയിട്ടാ. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ആദർശ് ചെയ്ത തെറ്റ് അഭി ചെയ്തതാണെന്നോ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുപോലെ തുല്യ തെറ്റിന് അർഹനാണ് നിന്റെ ഭർത്താവും. ഒന്ന് നീ മനസ്സിലാക്കിക്കോ. ഈ കനകയ്ക്ക് ജീവനുണ്ടെങ്കിൽ നിന്നെ ഇതുപോലുള്ള പരസ്യത്തിൽ ഇനി ഞാൻ അഭിനയിക്കാൻ വിടില്ല. ഇനി ഇന്നു മുതൽ ഞാൻ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത്. നന്ദൂരെ കാര്യമൊക്കെ ഗോവിന്ദേട്ടൻ നോക്കിക്കോളും. നിന്നെ ഒന്ന് നേരാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗോവിന്ദേട്ടൻ വീട്ടിലോട്ട് മടങ്ങിക്കോ. ഇവളെ ഞാൻ ശരിയാക്കിക്കോളാം. ആ സമയത്ത് നയന പറയുന്നുണ്ട് കേട്ടോ, അമ്മേ നന്ദുവിന്റെ കാര്യമൊക്കെ അവതാളത്തിലാവില്ലേ? അതൊന്നും കുഴപ്പമില്ല. അതുപോലെ ഒരു വിഷവിത്ത് അത് ഞാൻ വളർത്തി വലുതാക്കിയത്. ഇവിടെ ഉള്ളോടത്തോളം കാലം എനിക്ക് എന്നെ നന്ദുവിനല്ല കൂടുതൽ നോക്കേണ്ടത്, ഇവളെ തന്നെയാ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അതേതായാലും നല്ല കാര്യമാണ്. നന്ദുവിനെ നോക്കാൻ വേണ്ടി ഇടയ്ക്ക് ഞാനും വേണമെങ്കിൽ നന്ദാവനത്തിലോട്ട് പോവാം. പക്ഷെ ഇവളുടെ ഒക്കെ സ്വഭാവം നേരാക്കണം എന്നുണ്ടെങ്കിൽ കനകയെ പോലെ ഒരാള് ഇവിടെ നിർബന്ധമാണ്. ഇവളെ മാത്രമല്ല, ഈ നിൽക്കുന്നവന്റെ അമ്മയുണ്ടല്ലോ, ഈ നിൽക്കുന്നവള്, ഇവളെയും കൂടി ഒരു പാഠം പഠിപ്പിക്കണം കനകയെ. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി. ഇവരുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കും. ഓക്കെ, അങ്ങനെ എല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ജാനകിയാണ്. ജാനകി അനിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അനിയാണെന്നുണ്ടെങ്കിൽ നന്ദൊരു ഫോട്ടോ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനി, അമ്മയോ? നീ എന്തിനാ ഫോൺ മാറ്റി പിടിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഓഫീസിലെ ചില കാര്യങ്ങൾ നോക്കുമായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ. ഞാനേ നിന്നോടൊരു കാര്യം ചോദിക്കാനാ വന്നത്. എന്ത് കാര്യം? ഇന്നിവിടെ താഴെ നടന്ന സംഭവമൊക്കെ നീ കണ്ടല്ലോ. എനിക്കതിൽ പല കാര്യത്തിലും സംശയമുണ്ട്. അത് ശരിയാണോന്ന് അറിയാനാ ഞാൻ നിന്റെ അടുത്തോട്ട് വന്നത്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. മറ്റൊന്നുമല്ല, ആദർശിനെ കുറിച്ച് എനിക്കറിയാം. ആദർശ് ഒരിക്കലും ഒരു പെണ്ണിനെ വഞ്ചിക്കില്ല. അപ്പൊ പിന്നെ ആദർശിന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് നടക്കുന്ന ആ കുട്ടി ആരുടെ കുഞ്ഞാ? അനന്തപുരിയിൽ ആദർശിന്റെ അല്ലെങ്കിൽ പിന്നെ മറ്റാരുടെതാ? അത് പിന്നെ അമ്മേ, നീ ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ആരും സത്യമൊന്നും പറയുന്നില്ല. എൻ്റെ മോനെങ്കിലും എന്നോട് സത്യം പറയണം. പറ അനി. അത് പറയാനി. എന്നാ പിന്നെ ഞാൻ അമ്മയോട് പറയാം. പക്ഷേ അമ്മ അത് മറ്റാരോടും പറയരുത്. ഇല്ല, എന്നോട് സത്യം പറ. ശരി. വേറൊന്നും അല്ല, ആദർശേട്ടനല്ല ചന്ദമോളുടെ അച്ഛൻ. അതറിയാലോ. പിന്നെ ആരാ?
അത് വേറെ ആരാവാനാ? അബി തന്നെ. അയ്യോ, അബിയോ? പക്ഷെ ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? DNA ടെസ്റ്റ് റിസൾട്ട് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം സത്യം എന്താണെന്നുള്ളത്. എന്നിട്ട് അവനെ അടിച്ച് വെളി കളയാത്തത് എന്താ അച്ഛൻ? അതിന് പല കാര്യങ്ങളും ഉണ്ടമ്മേ. നവ്യേച്ചി പെട്ടെന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ എല്ലാവരും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഷോ, ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ മോനെ. എന്ത് ചെയ്യാനാ? അവരടിച്ച് വെളി കളയാനും പറ്റുന്നില്ല, നിലനിർത്താനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായി പോയി. അങ്ങനെ ജാനകി വിഷമിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യ ആണ് കേട്ടോ. നവ്യ അബിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അബിയാണെങ്കിൽ എന്തോ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാണ്. അബി, അയ്യോ ഞാൻ പേടിച്ചോയി. എന്തിനാ അബി പേടിക്കുന്നത്? അയ്യോ അത് വേറൊന്നുമല്ല, ഞാൻ നാളെ ജോയിൻ ചെയ്യേണ്ട കാര്യം ആലോചിക്കായിരുന്നു. ജോയിൻ ചെയ്യലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് അമ്മ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ കാതിൽ മുഴുകിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. അത് നിന്നോട് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം എനിക്ക് അമ്മയോട് ചെന്ന് പറയാൻ. എന്താ നവ്യേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയോ അബി? പറയാം. ആ ചന്തുമോള് ശരിക്കും ആദർശിന്റെ കുഞ്ഞല്ലെന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പായി തുടങ്ങി. ഏകദേശം എന്നല്ല, ഒരു 3/4 ഭാഗത്തോളം ഞാൻ വിശ്വസിച്ചു. എന്നാലും ബാക്കി 1/4 ഭാഗം അതവിടെ കിടക്കുവാണ്. ആ സംശയം എനിക്ക് മറ്റൊരാളിലേക്കാ. ആരിലേക്ക്? നീ എന്നെയാണ് സംശയിക്കുന്നത്? നിന്നെ തന്നെ, മറ്റാരുമല്ല. സത്യം പറ അബി, ആ കുഞ്ഞ് നിന്റെ കുഞ്ഞു വല്ലതും ആണോ? അയ്യോ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനും അമ്മയും നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിലോട്ട് തന്നെ വരുന്ന്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ അങ്ങ് തലയിൽ കറങ്ങി തിരിഞ്ഞ് വരില്ലല്ലോ. ഇന്നത്തെ കാലത്ത് DNA ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിശോധനയുണ്ട്. അതിലൂടെ അറിയാലോ ആരാണെന്നുള്ളത്. ഇനി അവർ നിന്റെ കുഞ്ഞാണതെന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായി എവിഡൻസും കിട്ടിയിരിക്കണം. അങ്ങനെ അത് നിന്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നവ്യ പിന്നെ മറ്റൊരാളായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് നേരെ അമ്മയുടെ അടുത്തോട്ടാണ് കേട്ടോ നവ്യ പോകുന്നത്. നവ്യ അങ്ങനെ അമ്മയെ അന്വേഷിച്ചിട്ട് ഒരു ഭാഗത്തും കാണാനില്ല കേട്ടോ. കാണിക്കുന്നത് നവ്യ നയനയുടെ മുറിയിലോട്ട് വരുന്നതാണ്. നയനയുടെ മുറിയിലാണെന്നുണ്ടെങ്കിലോ പതുക്കെ നയനയും അമ്മയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടോണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് ഇവരുടെ പതിയെ സംസാരം കേട്ടപ്പോൾ നവ്യ അവിടെ തന്നെ നിൽക്കാണ്. മോളെ നയനെ, നീ പറഞ്ഞ പോലെയല്ല സത്യങ്ങൾ. എന്നാലും നവ്യ അറിഞ്ഞേ പറ്റൂ. ഇന്ന് ഞാനൊരു ക്ലൂ കൊടുത്തു. എന്നാലും ഞാൻ അധികം വൈകിക്കാതെ തന്നെ ചന്തുമോളാണ് ആ അബിയുടെ ആദ്യത്തെ കുഞ്ഞെന്ന് ഞാൻ അവളോട് പറയും. ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടി പോവാൻ കേട്ടോ നവ്യ. നവ്യ ആകെ അങ്ങ് വിഷമിക്കാണ്. അമ്മ എന്തേ പറയുന്നത്? മോളെ നവ്യ, അങ്ങനെ അവനെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇതുപോലുള്ള പരസ്യങ്ങളിൽ അഭിനയിപ്പിച്ചിട്ട് എൻ്റെ മോളെ ഒന്നും അല്ലാതെ ആക്കരുത്. അതിനു മുമ്പ് എൻ്റെ മോള് സത്യങ്ങളൊക്കെ അറിയണം. അമ്മേ, അത് വേണം അമ്മേ. അറിയണം മോളെ. പക്ഷെ ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാകും. അതിനുള്ളിൽ ഞാൻ സത്യങ്ങൾ പറയൂ. ഇതും പറഞ്ഞുകൊണ്ട് കനക പുറത്തോട്ട് വരുന്ന സമയത്ത് ആകെ അന്തം വിട്ട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു നിൽക്കുന്ന നവ്യയാണ് കാണിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ കനക ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ അമ്മേ അമ്മേ, ഞാനിപ്പോൾ കേട്ടതൊക്കെ സത്യമാണോ? സത്യമാണോന്ന് പറയാമേ. എന്താ നോക്കി നിൽക്കുന്നത്? അബിയാണോ ചന്തുമോളുടെ അച്ഛൻ? തെളിവുണ്ടോ അതിന്? അത് പിന്നെ മോളെ പറയാമേ, തെളിവുണ്ടോന്ന്? ഉണ്ട്. എന്ത് തെളിവ്? എന്ത് തെളിവാ ഉള്ളത്? അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് എന്ത് തെളിവാ ഉള്ളത്? ഇവള് പറഞ്ഞത് കേട്ടിട്ടാണോ അമ്മ അത് വിശ്വസിക്കുന്നത്? ഒരിക്കലും അല്ല. DNA ടെസ്റ്റ് ഉണ്ട്. DNA ടെസ്റ്റ് റിസൾട്ട്. ഇത് പറഞ്ഞപ്പോ തന്നെ ആകെ ഷോക്കാവാൻ കേട്ടോ നവ്യ. അമ്മയെ പിടിച്ചിരുന്ന കൈ രണ്ടും വിടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോൾ സത്യങ്ങൾ എല്ലാവർക്കും അറിയായിരുന്നു. എല്ലാവരും എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? ഇതും പറഞ്ഞിട്ട് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കാനോട്ടോ നവ്യ. എന്തായിരിക്കും നവ്യ ചെയ്യാന്ന് അറിയണ്ടേ? അപ്പോൾ ആ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.